ആപ്കി അദാലത്തിൽ ഇൻഡസ്ട്രിയലിസ്റ്റ് രാഹുൽ ബജാജിനെതിരായ കുറ്റാരോപണം ഇദ്ദേഹത്തിന് ദീർഘവീക്ഷണമില്ല എന്നുള്ളതാണ്. രാഹുൽ സർ, താങ്കൾ ടൂ വീലർ സാമ്രാജ്യത്തിന്റെ വളരെ വലിയൊരു ചക്രവർത്തിയാണ്. കൂടുതൽ മാനുഫാക്ചറിങ് നിങ്ങളുടെ കമ്പനിയിൽ നിന്നാണ്. പക്ഷേ താങ്കൾ ബഹാദുർ ഷാ സഫറിനെ പോലെ വളരെ നിശബ്ദനായിട്ടാണ് ഇരുന്നത്. താങ്കളുടെ ഓപ്പോസിറ്റിലുള്ളവരെ കുറച്ചായിട്ട് മുന്നേറാൻ താങ്കൾ അനുവദിച്ചു. ഞാൻ വളരെ നല്ല മനുഷ്യനാണ്. നമ്മുടെ കോമ്പറ്റേറ്ററും വളരണ്ടേ? അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സന്ദർഭങ്ങൾ കടന്നുപോയി. ഇല്ല, ബജാജ് ഓട്ടോവും സന്തോഷത്തിലാണ്, കോമ്പറ്റീറ്റേഴ്സും സന്തോഷത്തിലാണ്. ഇത് സത്യമാണോ? പുതിയ കമ്പനികൾ വന്നതിന് ശേഷം ബജാജ് ഓട്ടോയെ താങ്കൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചേർക്കാൻ സാധിച്ചില്ലെന്നുള്ളത് സത്യമാണ്. അതായത് കസ്റ്റമേഴ്സ് അവരുടെ ചോയ്സ് സ്കൂട്ടറിൽ നിന്ന് മോട്ടോർ സൈക്കിളിലേക്ക് വളരെ വേഗത്തിൽ മാറ്റിക്കഴിഞ്ഞു. സ്കൂട്ടറിൽ നിന്ന് മോട്ടോർ സൈക്കിളിലേക്ക് മാറുമ്പോൾ ഹീറോ ഹോണ്ട വളരെയേറെ മുന്നേറി. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ടോപ്പ് ക്ലാസ് കമ്പനിയാണ്. ടോപ്പ് ക്ലാസ് മാനേജ്മെന്റ്, ടോപ്പ് ക്ലാസ് സാങ്കേതികവിദ്യയുണ്ട്. ഇതിലെല്ലാത്തിലും ഉപരി മറ്റൊരു കാര്യം, അവർ മോട്ടോർ സൈക്കിൾ മാത്രമേ നിർമ്മിച്ചുള്ളൂ. ഞങ്ങൾ സ്കൂട്ടർ മാത്രമേ നിർമ്മിച്ചുള്ളൂ. ഞങ്ങളുടെ നിർമ്മാണം വളരെ കുറവായിരുന്നു. ദീർഘവീക്ഷണം ലാഭമുണ്ടാക്കി. ഈ ദീർഘവീക്ഷണമാണ് വേണ്ടത്. അതായത് കാലം മാറിയ സമയത്ത് താങ്കൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. മാറ്റം ഉണ്ടായതിനു ശേഷമേ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവൂ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പക്ഷേ മുൻകൂട്ടി ഒരാൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുമോ തീർച്ചയായും പലർക്കും പറയാം. നിങ്ങൾ 6 മാസം, 12 മാസം, 2 വർഷത്തിന് മുൻപ് ശ്രദ്ധിക്കാമായിരുന്നില്ലേ, ഉറങ്ങുമായിരുന്നു എന്ന് ചോദിക്കും. 10 വർഷത്തെ ഡെലിവറി പീരീഡ് ഉണ്ടായിരുന്നു, സെല്ലേഴ്സ് മാർക്കറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് സമാധാനമുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. പക്ഷെ എത്ര പെട്ടെന്നാ എല്ലാം മാറിമറിഞ്ഞത്. ഞങ്ങൾ 4ാം സ്ഥാനത്തായിരുന്നു മോട്ടോർ സൈക്കിളിൽ. ഇപ്പോൾ ഞങ്ങൾ 2ാം സ്ഥാനത്താണ്. ചിലരൊക്കെ ഇപ്പോഴും മുന്നിലാണ്. ഹീറോ ഹോണ്ട ഇപ്പോഴും 1ാം സ്ഥാനത്താണ്. ഇത് താങ്കൾ ഒരു മടിയനാണെന്നല്ലേ കാണിക്കുന്നത്? മടിയനാണെന്ന് പറയുന്നതിനേക്കാളും ഇതൊരു വിഡ്ഢിത്തമാണെന്ന് നിങ്ങൾക്ക് പറയാം. ഞാൻ കുറച്ച് ബഹുമാനത്തോടെ സംസാരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ നല്ല വ്യക്തിയാണ്, സ്നേഹമുള്ള വ്യക്തി. എന്നാൽ ചിലരൊക്കെ പറയും രാഹുൽ ബജാജ് എല്ലാം ഓപ്പണായിട്ട് പറയുമെന്ന്. അത് എന്റെ വിഡ്ഢിത്തരമാണെന്ന് ഞാൻ സമ്മതിക്കാം. പിന്നെ ബജാജ് സർ, താങ്കളുടെ സ്കൂട്ടർ ഇതുവരെ ശരിയായിട്ടേ ഇല്ല. ഇപ്പോഴും അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ലെഫ്റ്റിലേക്ക് തിരിച്ച് പിന്നെ റൈറ്റിലേക്ക് തിരിക്കേണ്ടി വരും. അതായത് ജനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങളെ മടിയന്മാരാണെന്ന് പറയും. നിങ്ങൾ എന്നെ മടിയനാണെന്ന് പറഞ്ഞു. ചിലർ പറയുന്നു നല്ല വണ്ണം വെച്ചുവെന്ന്. ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ ചാർജ് ഇല്ലാതെ വ്യായാമം ചെയ്യിപ്പിക്കാമെന്ന്. ഇങ്ങനെ ചെയ്യണം, ഇവിടെ ചെയ്യണം. താങ്കൾ വില മാത്രം കൂട്ടിക്കൊണ്ടേ പോവും, പക്ഷേ സ്റ്റാർട്ട് ചെയ്യാനുള്ള, കിക്ക് ചെയ്യാനുള്ള കഷ്ടം മാത്രം താങ്കൾ മാറ്റത്തേയില്ല. ഇന്ന് ക്വാളിറ്റിയിൽ ബജാജ് സ്കൂട്ടർ ആൻഡ് ബജാജ് മോട്ടോർ സൈക്കിൾ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഈ ലോകം മുഴുവൻ, ഇന്ത്യയെ വിട്ടേക്കു, ക്വാളിറ്റിയിൽ ഒരു കുറവുമില്ല, പെർഫോമൻസിലുമില്ല, പ്രൈസിലുമില്ല. ഞങ്ങൾ ആരുമായിട്ട് വേണമെങ്കിലും മത്സരിക്കാൻ തയ്യാറാണ്. ആരുമായിട്ടും കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ, ഏത് സ്കൂട്ടറുമായിട്ടും കമ്പയർ ചെയ്തോളൂ. പക്ഷേ ഒരു കാര്യം സത്യമാണ്, കമ്പനിയെ പരസ്യപ്പെടുത്താൻ നോക്കിയാണ്. അതിനുള്ള അവസരം എനിക്ക് തന്നിരിക്കുകയല്ലേ. നിങ്ങൾ അവസരം തന്നിരിക്കുന്നു, അതും ഫ്രീ ആയി തന്നിരിക്കുന്നു. ഈ പരസ്യത്തിനൊന്നും ഒരു ചെലവുമില്ല. പക്ഷെ ഇവിടെ വരാൻ സമയം ചെലവഴിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനൊരു അവസരം തന്ന് എന്നെ സംസാരിപ്പിക്കുന്നു. സംസാരിച്ചില്ലെങ്കിൽ ഞാൻ മടിയനാണെന്ന് പറയും. താങ്കളുടെ മടിയെക്കുറിച്ചുള്ള മറ്റൊരു ഉദാഹരണമുണ്ട്. അതായത് മറ്റുള്ള കമ്പനികൾ 4 വീലറിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ താങ്കൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. ഒരു കമ്പനിയുടെ പേരെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ 4 വീലറിൽ തുടങ്ങി ഇപ്പോഴും നിലനിൽക്കുന്നത്? ഇന്ത്യയിൽ ഒന്നുമില്ല. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ ഒരു പേരും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വന്നു, ഇതിനകത്തേക്ക് വന്നു, ഇപ്പോഴും വരുന്നുണ്ട്, അതിനൊരു കുറവുമില്ല. അതായത് ആനന്ദ് മഹേന്ദ്ര, പിന്നെ എൻ്റെ അനിയൻ വന്നു ചന്ദ്രകാന്ത് ബിർല, പിന്നെ എൻ്റെ മറ്റൊരു സുഹൃത്ത് വന്നു കിർലോസ്കർ, ടൊയോട്ട, ജനറൽ മോട്ടോഴ്സ്, പിന്നെ ഫ്രോഡ്. അതൊക്കെ ഇപ്പോൾ ആരുടെ കമ്പനിയാ? വിദേശ കമ്പനികളായി. നിങ്ങൾ പേരിന് മാത്രമേ ഉള്ളൂ. 2 സ്ഥാപനങ്ങൾ 4 വീലർ ഇന്ത്യയിൽ ഇപ്പോഴും 2 എണ്ണമേ ഉള്ളൂ. ടാറ്റ, ട്രക്കിൽ നിന്ന് അവർ കാറിലേക്ക് വന്നു, വളരെ നന്നായി മുന്നേറി. പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടി. തുടക്കത്തിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും ഇപ്പോൾ വലുതായി വളർന്നു. പിന്നെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്, നമ്മുടെ CK ബിർല, അദ്ദേഹം അംബാസിഡർ നിർമ്മിച്ചു. അതിനെല്ലാരും കളിയാക്കി. ഹോൺ ഒഴികെ മറ്റെല്ലാ ശബ്ദവും കേൾക്കുന്നുണ്ടെന്ന്. അതത്ര മോശമായ വണ്ടിയൊന്നുമല്ല. ഒരു കാലത്ത് ഞാനും അതിന്റെ ബോർഡ് മെമ്പറായിരുന്നു. ഈ 2 സ്ഥാപനങ്ങൾ ഒഴികെ മറ്റെല്ലാം പുറത്തുപോയി കഴിഞ്ഞു. ഞങ്ങളുടെ ജഡ്ജ്മെന്റാണ്. എനിക്ക് വീണ്ടും ഒരു അവസരം കിട്ടി ഞങ്ങളുടെ കാര്യം വിശദീകരിക്കാൻ. അതൊരു നല്ല തീരുമാനമായിരുന്നു. എനിക്ക് ഈ കാര്യം ശരിയായിട്ടാണ് തോന്നിയത്. ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുകയും ചെയ്തു. റെനോട്ടിൽ സംസാരിച്ചു, ഫ്യൂജിൽ സംസാരിച്ചു, ഹ്യുണ്ടായി, ഹോണ്ട, ടൊയോട്ട, എല്ലാവരോടും സംസാരിച്ചു. അതിലും കൂടുതൽ ക്രൈസറിനോട് സംസാരിച്ചു. പക്ഷേ ഇതെല്ലാം സ്റ്റഡി ചെയ്തപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇന്ത്യയിലുള്ള കാർ നിർമ്മാണ കമ്പനികളെ വിദേശികളാണ് ഭരിക്കുന്നത്. താങ്കൾക്ക്
റോഡുകളിലുള്ള അനുഭവം, അതുപോലെ തന്നെ ടൂ വീലർ ഉണ്ടാക്കാനുള്ള അനുഭവം എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ ജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ താങ്കളെയല്ലേ പ്രതീക്ഷിച്ചിരുന്നത്? താങ്കൾ ഫോർ വീലർ മാർക്കറ്റിലേക്ക് വരണം, ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കാറുകൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചാണ്. അല്ല, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ ജനങ്ങൾ പറഞ്ഞത് 3 വീലറിൽ ഒരു വീൽ കൂടെ കൂട്ടിയാൽ 4 വീലർ ആകുമെന്ന്. അതത്ര എളുപ്പമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ എപ്പോഴും പ്രാവർത്തികമായ കാര്യങ്ങളെ മാത്രം വിശ്വസിക്കുന്നവനാണ്. പക്ഷേ ഇപ്പോൾ റിയാലിറ്റിയിൽ മാത്രം വിശ്വസിക്കുന്നു. അതായത് എല്ലാത്തിനും എതിരായി പറയുന്നത് ഒരിക്കലും ശരിയല്ല. വിശ്വാസമുള്ളവരായിരിക്കണം. പക്ഷേ അത് യാഥാർത്ഥ്യം മറന്ന് സാങ്കല്പിക ലോകത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇതൊക്കെ ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ട്. രാഹുൽ, നീ എത്ര അലസനായാലും കുഴപ്പമില്ല, കാർ പരിപാടി വേണ്ട. നിനക്ക് 2 വീലർ മാത്രം മതി. ഇപ്പോൾ രജിത് സാർ ഒരു കാർ വാങ്ങിക്കുന്നു. പക്ഷേ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് ഇവരെല്ലാം 2 വീലറാണ് വാങ്ങിക്കുക. രാഹുൽ, നിന്നെ ഈ രാജ്യത്തിലേക്ക് ഞാൻ അയച്ചത് ഇവരെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ്, അല്ലാതെ ശർമ്മയെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയല്ല. താങ്കൾ എപ്പോഴെങ്കിലും ടൂ വീലർ ഓടിച്ചിട്ടുണ്ടോ? അതിനൊരു വലിയ കഥ തന്നെയുണ്ട്. ഇപ്പൊ നല്ലൊരു കയ്യടി കിട്ടുമായിരിക്കും. ഇപ്പൊ ഞാൻ 2 കഥയുണ്ട്, പെട്ടെന്ന് തന്നെ പറയാം. ഞാൻ സ്കൂൾ കഴിഞ്ഞ് 54 ഡിസംബറിൽ പാസ്സായി കഴിഞ്ഞ് സെന്റ് സ്റ്റീഫൻ കോളേജിൽ അവിടെ പോയി ചേർന്നു. ഹോസ്റ്റലിലായിരുന്നു. 3 വർഷം എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഒരു വിധത്തിൽ പാസ്സായി. BA എക്കണോമിക്സ് കഴിഞ്ഞു. അതിനുശേഷം സമാനത്തോടെ വണ്ടി ഓടിക്കാമെന്ന് കരുതി. 3 വർഷം ബജാജ് സ്കൂട്ടർ ഓടിച്ചു. അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. 55 മുതൽ 58 വരെ അതിനെ വെസ്പ എന്നാണ് പറയുക. അതിനുശേഷം 61 മുതലാണ് ബജാജ് ആയത്. 3 വർഷം ഓടിച്ചു. അച്ഛൻ ചോദിച്ചു, വണ്ടിയൊക്കെ നിനക്ക് എന്തിനാന്ന്? നോ വണ്ടി. അപ്പോൾ എനിക്കത് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. പിന്നീട് ഞാൻ മുംബൈയിലേക്ക് വന്നു. 2 വർഷം ബജാജ് ഇലക്ട്രിക്കലിൽ ട്രെയിനിങ് എടുത്തു. ഒപ്പം തന്നെ ലോയും പഠിച്ചു. അതിനുശേഷം ഹാർവേഡ് ബിസിനസ് സ്കൂളിൽ ഞാൻ MBA പഠിക്കുമ്പോൾ അപ്പം ഞങ്ങൾക്ക് 2 സ്റ്റീൽ കമ്പനി ഉണ്ടായിരുന്നു. മുകുന്ദ് എന്നൊരു കമ്പനി കുർലയിൽ. അന്ന് ഞങ്ങൾ സൗത്ത് ബോംബെയിലായിരുന്നു. അവിടുന്ന് ഏകദേശം 15-20 കിലോമീറ്ററോളം ദൂരം ഉണ്ടാവും. ട്രെയിനിങ്ങിന് എനിക്ക് അവിടുന്ന് പോയിട്ട് വന്നേ പറ്റൂ, വേറെ വഴിയില്ല. അപ്പോൾ എനിക്ക് 22 വയസ്സായി. ഞാൻ പോകാനൊരുങ്ങിയ സമയത്ത് അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, വണ്ടി എടുക്കരുതെന്ന്. വണ്ടി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ട്രെയിനിങ്ങിന് പോകണ്ടേ? ശരി, 3 വർഷത്തെ കാര്യമല്ലേ, സ്കൂട്ടർ എടുക്കാന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, സ്കൂട്ടർ വേണ്ട, അത് ഭയങ്കര റിസ്ക്കാണ്, നീ ബസ്സിൽ പോയാൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ ബസ്സിൽ പോവില്ലെന്ന്. അച്ഛൻ കാറ് വേണ്ടാന്ന് പറഞ്ഞു, അമ്മ സ്കൂട്ടർ എടുക്കരുതെന്ന് പറഞ്ഞു, ഞാൻ ബസ് വേണ്ടാന്ന് പറഞ്ഞു. ട്രെയിനിങ് തന്നെ വേണ്ടാന്ന് വെക്കുന്ന അവസ്ഥയായിപ്പോയി. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നുണ്ടാവില്ല. പിന്നെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്ന്, അമ്മേ, നമ്മൾ 2 വീലർ നിർമ്മിക്കാൻ പോവുമല്ലേ, അമ്മ തന്നെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് റിസ്ക് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അങ്ങനെയാണ് 2 വർഷം സ്കൂട്ടറിൽ ഞാൻ ട്രെയിനിങ്ങിന് പോയത്. അതിനുശേഷം 3 വർഷം സെന്റ് സ്റ്റീവനിൽ പോയി. കനോട്ട് പ്ലേസിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോവും. അതിനുശേഷം ഞാൻ 2 വർഷം കുർലയിൽ സ്കൂട്ടർ ഓടിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര വർഷം ഓടിച്ചിട്ടുണ്ട്? താങ്കൾ ഈ പ്രോഗ്രാമിന് സ്കൂട്ടറിൽ വരുമെന്നാണ് കരുതിയത്. ഓ, അത് ശരി. താങ്കൾ സ്കൂട്ടറിൽ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്കൂട്ടറിനൊരു നല്ല പബ്ലിസിറ്റി കിട്ടിയേനെ. അതും ശരിയാണ്. രാഹുൽ ബജാജ് ഓടിച്ചു വന്നാൽ പബ്ലിസിറ്റി പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ എന്ന് ആർക്കറിയാൻ പറയൂ.